കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ആരോപണത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും CPM-ഉം സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുള്ള ആരോപണം രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനും അതിൻ്റെ വിശ്വാസ്യത തകർക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ കൃത്രിമത്വമാണ് BJP ജയിച്ചത് കാരണമെങ്കിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് എന്താണ് കാരണം? രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ റായ്ബറേലിയിൽ ഇത് സംബന്ധിച്ച് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അത് രാഹുൽ ഗാന്ധി ജയിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതാണോ? അപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് സമയാസമയത്ത് പരാതി ഉന്നയിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ആ ബാധ്യത നിറവേറ്റാതെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയാകെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ബോധപൂർവം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇങ്ങനെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ രാജ്യത്ത് എങ്ങനെ ജനാധിപത്യ സംവിധാനം ഉണ്ടാവുക? കോടതിയിൽ വിശ്വാസമില്ല, പാർലമെൻറ്റിൽ വിശ്വാസമില്ല, അന്വേഷണ ഏജൻസികളിൽ വിശ്വാസമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ല. പിന്നെ ആരെയാണ് രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം? രാഹുൽ ഗാന്ധിക്ക് അവനവൻ്റെ പ്രതിബിംബത്തെ മാത്രമേ വിശ്വാസമുള്ളൂ, ബാക്കിയെല്ലാം അവിശ്വസിക്കേണ്ടതാണോ? അതുകൊണ്ട് ഇത് അങ്ങേയറ്റം അപകടകരമാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉയർത്തുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, സുരേഷ് ഗോപിക്കെതിരായിട്ട് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ അതൊരു കൊതിക്കെറിവിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. കാരണം അവർ തോറ്റുപോയ ആളുകൾ പല ആരോപണങ്ങളും ആദ്യമേ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞു. ആ ആരോപണം ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ഉയർന്നു വന്നിട്ടുള്ളത്. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ വോട്ടർ പട്ടിക കോൺഗ്രസിനും CPM-നും കിട്ടിയിട്ടുണ്ടല്ലോ. അവരത് പരിശോധിച്ചില്ലേ? ഞങ്ങൾ തൃശ്ശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ട്, വോട്ട് വെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച വോട്ടർ പട്ടിക പരിശോധിച്ച് ആ പരിശോധനയിൽ തെറ്റായിട്ടുള്ള വോട്ടുകളുണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുന്ന അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുമുണ്ട്. അത് നിയമാനുസരണമാണ് ചെയ്തിട്ടുള്ളത്. അത് അന്നേ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. ഇവർക്ക് സംശയമുണ്ടെങ്കിൽ അന്ന് ചോദ്യം ചെയ്യാതെ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടെന്താ കാര്യം? ഇവർക്ക് BLOമാരുണ്ടായിരുന്നില്ലേ, BLAമാരുണ്ടായിരുന്നില്ലേ? ഒരു ബൂത്തിൽ ഒരാളെ വെച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് BLAമാരെ നിശ്ചയിക്കാമല്ലോ. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അവിടെ കോൺഗ്രസും CPM-ഉം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരിതൊന്നും പരിശോധിച്ചില്ലേ? CPM, LDF-ഉം UDF-ഉം നിശ്ചയിച്ചിട്ടുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാർ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചില്ലേ? അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവർക്ക് റിപ്പോർട്ട് ചെയ്യാമായിരുന്നല്ലോ, അന്ന് പരാതി കൊടുക്കാമായിരുന്നല്ലോ. ഇതെല്ലാം കഴിഞ്ഞ്, ഉത്സവവും കഴിഞ്ഞ്, മേളവും കഴിഞ്ഞ്, അവസാനത്തെ വെടിക്കെട്ടും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്, എന്ത് പ്രസക്തിയാണുള്ളത്? പിന്നെ മറ്റൊരു കാര്യം, മത്സരിക്കുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. മത്സരിക്കുന്ന മണ്ഡലത്തിൽ വോട്ട് മാറ്റുന്ന ആദ്യത്തെ ആളാണ് സുരേഷ് ഗോപി. കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന കാര്യമല്ലേ? VD സതീശൻ വോട്ട് ചെയ്യുന്ന പറവൂരാണല്ലോ. അയാളെ പറവൂരാണോ താമസം? അയാളെ മത്സരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അയാളുടെ വീട് ചെങ്ങമനാണല്ലേ. അയാൾ പ്രതിപക്ഷ നേതാവിന് ശേഷം താമസിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ. തിരുവനന്തപുരത്ത് കൺട്രോൺമെന്റ് ഹൗസിൽ താമസിക്കുന്ന ചെങ്ങമനാട് തറവാടുള്ള ഒരാൾ എങ്ങനെയാണ് പറവൂർ വോട്ട് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പേരിൽ അദ്ദേഹം വോട്ട് ചേർത്തു. അദ്ദേഹം അവിടെ താമസിക്കുന്നില്ലല്ലോ. താമസിക്കാത്ത VD സതീശനെ ഇങ്ങനെ പറവൂർ വോട്ട് ചെയ്യുക? ഇതൊക്കെ സാധാരണ നിയമാനുസൃതം വോട്ടർ പട്ടികയിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുണ്ട്. അതനുസരിച്ചാണ് സുരേഷ് ഗോപി ഹാജരാക്കിയുള്ള പ്രൂഫ് തെറ്റാണെങ്കിൽ ഇവർ പറയട്ടെ. തൃശ്ശൂർ കോർപ്പറേഷനിലെ സോണൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പ്രൂഫുണ്ട്. ആ പ്രൂഫാണ് 1.5 വർഷമായിട്ട് അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അത് ആ അന്നത്തെ സോണൽ ഓഫീസർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ ബോധപൂർവം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന അവസാനിപ്പിക്കണം. സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നേരിടൂ. തൃശ്ശൂരിൽ ഞങ്ങളുടെ വിജയത്തെ രാഷ്ട്രീയമായി നേരിടൂ.
രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് നേരിടണം. ഇങ്ങനെയുള്ള നുണപ്രചരണം അവസാനിപ്പിക്കാൻ തയ്യാറാവണം. ആളുകളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമം കോൺഗ്രസും CPIയും അവസാനിക്കണം. ഇത് തോറ്റവരുടെ കളിയാണ്. ഈ കളി ഒരു ജനാധിപത്യത്തിന് ഗുണകരമായിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അല്ല, ആ സംശയം അന്നേ ഉന്നയിക്കേണ്ടതാണല്ലോ. അന്നിവർ പരിശോധിച്ചില്ലേ എൻ്റെ ചോദ്യം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ പരാതി കൊടുക്കട്ടെ, നിയമപ്രകാരം പോകട്ടെ. അവിടെ ഏതെങ്കിലും വീട്ടിലെ ആളുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി BJP ആണ്. അത് CPM ആണല്ലോ സാധാരണ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കുന്നത്. CPM വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കാറുണ്ടല്ലോ. തൃശ്ശൂരിലും CPM കള്ളവോട്ട് ചേർത്തിട്ടുണ്ടാകും. CPMന്റെ സ്ഥിരം പരിപാടിയാണ് വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കുകയുള്ളത്. കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുമ്പോഴാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെറ്റാവുന്നത്. ഇവർ ഇപ്പോൾ ഈ കണ്ടെത്തിയ ആളുകൾ മറ്റെവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കാം. അതെടുക്കട്ടെ. അതിന് BJPയോടാണോ കുറ്റം പറയുക? അതിന് സുരേഷ് ഗോപി അങ്ങനെയാണോ ജയിച്ചത്? 75,000 വോട്ടിനല്ലേ സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞല്ലോ, ശരി, ഞങ്ങൾ കൂടുതൽ വോട്ട് ചേർത്തു, അത് ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ. കോൺഗ്രസിൻ്റെ കുറഞ്ഞ വോട്ട് ഇവിടെ പോയി. കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറഞ്ഞതിന് അവരാരോടാ സമാധാനം പറയുക? നിയമസഭാ തെരഞ്ഞെടുപ്പായി കമ്പയർ ചെയ്യുമ്പോൾ CPMന്റെ LDFന്റെ വോട്ട് കുറഞ്ഞല്ലോ, അതിനവരെ സമാധാനം പറയുക? അത് ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് കൊണ്ടാണോ ഇവർക്ക് വോട്ട് കുറഞ്ഞത്? ഈ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ, സാമാന്യ യുക്തിയും ബോധ്യവും വേണ്ടേ ആൾക്കാർക്ക് മനസ്സിലാവാൻ? ഇത് ഒരു വരി വാർത്ത കൊടുക്കുക, ഏതെങ്കിലും ഒരു സംഭവത്തെ പറയുക, എന്നിട്ട് ആ തൃശ്ശൂരിൽ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത മുഴുവൻ കള്ള വോട്ടർമാരാണെന്നാണോ ഈ LDFും UDFും പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അത് തൃശ്ശൂരിലെ വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഇഷ്യൂകൾ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണം. ആ പരാതി കൊടുത്താൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കും. അതല്ലേ വേണ്ടത്? ഇത്രയും പേർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇവർക്കൊരു തെരഞ്ഞെടുപ്പ് പരാതി കൊടുക്കാമായിരുന്നില്ലേ? സുനിൽകുമാർ എന്താ ഒരു തെരഞ്ഞെടുപ്പ്? സുനിൽകുമാറാണല്ലോ കൊടുക്കേണ്ടത്. സുനിൽകുമാർ എന്താ സുരേഷ് ഗോപിയുടെ വിജയത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കോടതിയിൽ പരാതി കൊടുക്കാഞ്ഞത്? ഇവർ കോടതിയിലല്ല പരാതി കൊടുത്തത്. ഇവർ ജില്ലാ കളക്ടർക്ക്, അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള നിലക്ക് ജില്ലാ കളക്ടർക്ക് സുരേഷ് ഗോപിക്കെതിരായിട്ട് കൊടുത്ത പരാതി എന്ന് പറയുന്നത് അദ്ദേഹം മതത്തെ ദുരുപയോഗം ചെയ്തെന്ന്. അതല്ലല്ലോ തെരഞ്ഞെടുപ്പ് കേസ്. തെരഞ്ഞെടുപ്പ് കേസ് റിട്ടേണിംഗ് ഓഫീസർക്കല്ലല്ലോ പരാതി കൊടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ അത് കോടതിയിൽ കൊടുക്കണം. എന്താ സുനിൽകുമാർ കോടതിയിൽ കൊടുക്കാഞ്ഞത്? കൊടുക്കാമായിരുന്നില്ലേ? ഇവരെ കയ്യിൽ തെളിവുണ്ടെ കൊടുക്കാമായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം നന്നായിട്ട്. ആ ബുദ്ധിമുട്ട് മറ്റു പല രീതിയിൽ നിങ്ങൾ തീർക്കണം, രാഷ്ട്രീയമായിട്ട് തീർക്കണം. വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹസിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് എന്താ വിരോധം? പരിശോധന നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പരിശോധിച്ചോട്ടെ. അവർ പരിശോധിക്കാൻ കോടതിയിൽ പോയിക്കോട്ടെ. ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ തൃശ്ശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് ചേർത്ത മുഴുവൻ സാധാരണ നിലക്ക് പാർട്ടി പ്രവർത്തകന്മാർ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അടക്കം വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ വോട്ടർ പട്ടികയിൽ പേര് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൂഫ് അടക്കം ഇലക്ട്രൽ ഓഫീസറെ ഹാജരാക്കി ഞങ്ങൾ നിയമാനുസൃതം ചെയ്തിട്ടുള്ള വോട്ടാണ് വോട്ടർ പട്ടിക പേര് ചേർന്നുള്ളത്. അത് ആര് വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അത് ഞങ്ങൾക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഭരണാധികാരിയായ കലക്ടർക്ക് പൂങ്കുന്നത്തെ ഇരട്ട വോട്ട് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കലക്ടർ തള്ളിക്കളയാണ് ചെയ്തത്. തള്ളിക്കളഞ്ഞ പരാതി അവർക്ക് കേസിന് പോവാലോ. ജില്ലാ കളക്ടറുടെ പരാതി തള്ളിക്കളഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ നമ്മൾ ഹാജരാക്കിയുള്ള പ്രൂഫ് കറക്റ്റ് ആണെങ്കിൽ ആദ്യം ജില്ലാ കളക്ടറിലല്ലോ പരിശോധിക്കുന്നത്. ആദ്യം പരിശോധിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസറാണ്. നിങ്ങൾക്കറിയാമല്ലോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന്. നാം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുന്നു. എങ്ങനെ ചുമതലപ്പെടുത്തുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ചുമതലപ്പെടുത്തുകയല്ല, സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ആളെ കൊടുക്കുകയാണ്. തൃശ്ശൂർ ഞങ്ങൾ പരിശോധിച്ചു. തൃശ്ശൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഴുവൻ LDFന്റെ ജീവനക്കാരായിരുന്നു. പ്രത്യേകിച്ചും അവിടുത്തെ ഭൂരിപക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാരും ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കന്മാരായിരുന്നു. CPയുടെ NGO വിഭാഗമായിട്ടുള്ള ജോയിന്റ് കൗൺസിലിന്റെ ആളുകളാണ് മഹാഭൂരിപക്ഷവും BLOമാരുണ്ടായിരുന്നത്. ബാക്കി NGO യൂണിയൻ ആളുകളായിരുന്നു. അപ്പൊ അവരിത് കണ്ടുപിടിച്ചില്ലേ? അവരിത് പരിശോധിച്ചില്ലേ? അവർ കൂടി പരിശോധിച്ച് അവർ സാക്ഷ്യപ്പെടുത്തിയാലല്ലേ വോട്ട് കിട്ടൂ. വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ BLO സാക്ഷ്യപ്പെടുത്താതെ വോട്ടർ പട്ടികയിൽ ആര് വിചാരിച്ചാലും വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല.
മഹാഭൂരിപക്ഷം NGO യൂണിയന്റെ ആളുകൾ അടങ്ങിയ BLOമാർ സാക്ഷ്യപ്പെടുത്തിയ ഒരു വോട്ടർ പട്ടികയെ, ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തിയ ഒരു വോട്ടർ പട്ടികയെ സുനിൽകുമാർ ചോദ്യം ചെയ്താൽ അതിന്റെ അർത്ഥം സുനിൽകുമാർ സ്വന്തം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിവൻകുട്ടിക്ക് നമ്മുടെ രാജ്യത്ത് എന്തും ആവശ്യപ്പെടാമല്ലോ. അദ്ദേഹത്തിനോടൊന്നും മറുപടി പറയാൻ ഞാനാളല്ല. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയും. സുരേഷ് ഗോപി രാജിവെക്കണമെന്നൊക്കെ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരിക്കും. ആഗ്രഹം മനസ്സിലിരുന്നോട്ടെ. ശിവൻകുട്ടി ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ കൂത്തരങ്ങാക്കിയതിന് അദ്ദേഹമാണ് രാജിവെക്കേണ്ടത്. അത് രാജിവെച്ചാൽ കേരളത്തിലെ കുട്ടികളെങ്കിലും രക്ഷപ്പെടും. ഈ സുരേഷ് ഗോപി അടക്കം ഇക്കാര്യത്തിൽ യാതൊന്നും പ്രതികരിക്കുന്നില്ല. അദ്ദേഹമൊക്കെ മൗനം പാലിക്കുകയാണ്. എന്താണ് ഈ മൗനത്തിന്റെ അർത്ഥം? പ്രതികരിക്കാൻ മാത്രമുള്ളൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാ പ്രതികരിക്കുന്നത്? 10,75,000 വോട്ടിൽ ഒരാൾ ജയിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ നടക്കുകയല്ലേ? ഓരോ വിവാദം ഉണ്ടാകുക, എല്ലാ വിവാദത്തിലും അദ്ദേഹത്തിന് എന്താണ്? നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതയുണ്ടാവണം. ആ വസ്തു അടിസ്ഥാനത്തിലാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ KSUകാരനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. എന്തൊരു നാണക്കേടാണ് ഇതൊക്കെ. സുരേഷ് ഗോപിയെ കാണുവാനില്ല, എന്താ പിന്നെ പ്രിയങ്കാ ഗാന്ധിയെ കാണുവാനില്ല എന്ന് പറഞ്ഞ പരാതി വയനാട്ടിലുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ ഇവർ പറയാത്തത്? സുരേഷ് ഗോപി മന്ത്രിയായിട്ട് അദ്ദേഹം മന്ത്രിയുടെ ഓഫീസിലെങ്കിലും ഉണ്ട്. പ്രിയങ്കാ ഗാന്ധി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെ പരിഹാസ്യമാണ്. ഇതൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കുറച്ചുകൂടി ഗൗരവവും ഉത്തരവാദിത്ത ബോധവും കാണിക്കണം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് എതിരിടേണ്ടത്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു, BJP ജയിച്ചു, നിങ്ങളതിനെ പൊളിറ്റിക്കലായിട്ട് നേരിട്, അതല്ലേ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഒരു മുഴം നീട്ടിയെറിയുകയാണ്. കോൺഗ്രസിനും CPM-നും നന്നായിട്ടറിയാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ വിജയം ആവർത്തിക്കും. തൃശ്ശൂർ കോർപ്പറേഷനിലും തൃശ്ശൂരിലെ പഞ്ചായത്തുകളിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പൊ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് എന്താ കോൺഗ്രസ് പറയാത്തത്? ഇപ്പൊ പ്രസിദ്ധീകരിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലല്ലോ, സംസ്ഥാന ഇലക്ടറൽ ഓഫീസറല്ലേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വ്യാപകമായിട്ടുള്ള പരാതിയാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ കള്ളവോട്ടിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിനെക്കുറിച്ച് ഇവരാരും പറയാത്തത്? ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് കോൺഗ്രസിനും പറയാനില്ല, CPM-നും പറയാനില്ല. CPM ആണ് ആ കള്ള വോട്ട് ചെയ്തത്. എന്നിട്ട് ആ CPM-ന്റെ കൂടെ കൂടിയിട്ട് ഡൽഹിയിൽ സമരം നടത്തുകയാണ് ഇത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അഭിപ്രായം പറയേണ്ടത്. വ്യാപകമായ തോതിൽ ക്രമക്കേടാണ്. ഒരു വീട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ വോട്ടർമാരാണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഒരേ വീട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ട്. എന്താ വീട് മതേതരമാണോ? അങ്ങനെയൊക്കെയാണ് വോട്ടർ പട്ടിക വന്നിട്ടുള്ളത്. ഈ ക്രമക്കേടിനെ കുറിച്ച് എന്താ ആരും പറയാത്തത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ CPM അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? ശിവൻകുട്ടി എന്താ പ്രതികരിക്കുക? ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ, നിയമമണ്ഡലത്തിൽ, ആ നിയമമണ്ഡലത്തിൽ ഇരട്ട വോട്ടിനെ കുറിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് CPM-ന്റെ കേന്ദ്രത്തിൽ. ശിവൻകുട്ടി ആദ്യം അതൊക്കെ ഒന്ന് അന്വേഷിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്ക്. എന്നിട്ട് മതി സുരേഷ് ഗോപിക്ക് മേക്കിട്ട് കയറല്ലേ. എന്ത് പരാതിയാണ്? ആയിക്കോട്ടെ, പരാതി കൊടുത്തോട്ട് അന്വേഷിക്കട്ടെ, എന്താ ബുദ്ധിമുട്ട്? സുരേഷ് ഗോപിക്ക് എത്ര പരാതി ഇവർ കൊടുക്കുന്നത്? ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഒരു കമ്മിറ്റി വേറെ ഉണ്ടാക്കിക്കോട്ടെ സ്ഥിരം പരാതി കൊടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ TM പ്രതാപൻ ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. അല്ല, ഈ ഡ്രൈവറൊക്കെ പോലും വന്ന് വോട്ട് ചേർത്ത്, അതൊക്കെ ധാർമ്മികമായ പോലും ശരിയാണോ? ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ലേ എന്റെ ഡ്രൈവർ ഉണ്ടാവുക? ഞാനൊരിടത്തും ഡ്രൈവർ വേറെടുക്കുക. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തല്ലേ എന്റെ ഡ്രൈവർ ഉണ്ടാവുക. ആ വിലാസത്തിൽ ഇല്ലാതെ എന്താ? വാടകയാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ പോയ സമയത്ത് അദ്ദേഹം മാറി. ഒരു 1.5 വർഷക്കാലമായി സോണൽ ഓഫീസർ ഞങ്ങളുടെ ആളല്ലല്ലോ, കോർപ്പറേഷൻ സോണൽ ഓഫീസർ. അദ്ദേഹം പരിശോധിച്ചാൽ 1.5 വർഷമായി സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിക്കുന്നൊരു വീടാണ്. അദ്ദേഹം വാടക ഒഴിഞ്ഞപ്പോൾ ആ വീട് വിറ്റു. സുരേഷ് ഗോപിക്ക് ആ വാടക വീട് വിലക്കെടുക്കാൻ പറ്റൂ? ആ വീട് വേറൊരാൾക്ക് വിറ്റു. ഇപ്പം അവിടെ താമസമില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അദ്ദേഹം ഡൽഹിയിലാണ് താമസം എന്നുള്ളത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, വോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എനിക്കുള്ള വോട്ട് എൻ്റെ വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്ത് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നിയമപരമായിട്ട് അധികാരം, അവകാശം എനിക്കുണ്ട്. അതെങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക? എൻ്റെ റൈറ്റാണ്. ജനപ്രാതിനിധ്യ നിയമം എനിക്ക് തരുന്ന റൈറ്റാണ്. എനിക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാം. അതിനാവശ്യമായ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കണം. 6 മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് വോട്ടവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിലെ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അയാളത് പഠിക്കട്ടെ ആദ്യം.
അത് ആദ്യം പഠിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം.